നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാഷ്ട്രീയ പാർട്ടികൾക്ക് അയച്ച കത്തിൽ കേരള BJPയുടെ സീലുണ്ടെന്ന ആരോപണവുമായി CPM 2 ദിവസം മുമ്പ് ലഭിച്ച കത്തിൽ BJP സീൽ ഉണ്ടെന്നാണ് CPM ആരോപിക്കുന്നത്. 2019 മാർച്ച് 19 കമ്മീഷൻ തയ്യാറാക്കിയ കത്താണ് 2 ദിവസം മുൻപ് മെയിലിൽ പാർട്ടികൾക്ക് ലഭിച്ചത്. ക്രിമിനൽ കേസുകൾ ഉള്ളവർ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധിയുടെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി അയച്ച മെയിലിലാണ് BJPയുടെ സീലുള്ള കത്ത് ലഭിച്ചതെന്നാണ് CPM ആരോപണം. BJPയെയും തെരഞ്ഞെടുപ്പ് കമ്മീഷനെയും നിയന്ത്രിക്കുന്നത് ഒരേ അധികാര കേന്ദ്രമാണെന്നത് രഹസ്യമല്ലെന്നും എന്നാൽ രണ്ടു രീതിയിൽ പ്രവർത്തിക്കാനുള്ള മര്യാദയെങ്കിലും കാട്ടണമെന്ന് CPM X പ്ലാറ്റ്ഫോമിൽ കുറിച്ചു. ഏത് ബട്ടൺ അമർത്തിയാലും താമര തെളിയും എന്നതുപോലെ മറ്റൊരു ആകസ്മികയാണിതെന്നും പാർട്ടി പരിഹസിക്കുന്നു. BJPയും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഒരേ സീലാണ് ഉപയോഗിക്കുന്നത്. മറ്റു ചില പാർട്ടികൾക്കും BJP സീൽ ഉള്ള കത്ത് കിട്ടിയിട്ടുണ്ടെന്നും ഇക്കാര്യം പരിശോധിച്ച് ഉറപ്പിച്ചുവെന്നും CPM പറയുന്നു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ രാഷ്ട്രീയ പാർട്ടിയുടെ സീൽ വന്നത് ക്ലറിക്കൽ പിഴവാണെന്നും പിശക് തിരിച്ചറിഞ്ഞ് നേരത്തെ തന്നെ തിരുത്തൽ നടത്തിയെന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു കേൽക്കർ അറിയിച്ചത്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കത്തിൽ ഭാരതീയ ജനതാ പാർട്ടി സീൽ വന്നത് തികച്ചും ക്ലറിക്കൽ പിഴവാണ്. BJP കേരള ഘടകം ക്രിമിനൽ ആന്റിസെഡന്റ് സംബന്ധിച്ച് 2019 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തെ സംബന്ധിച്ച വിശദീകരണം ആവശ്യപ്പെട്ട് CO ഓഫീസിൽ എത്തിയിരുന്നു. വിശദീകരണം ആവശ്യപ്പെട്ട അപേക്ഷയോടൊപ്പം സമർപ്പിച്ച 2019 കത്തിന്റെ പകർപ്പിലാണ് പാർട്ടി സീൽ ഉണ്ടായിരുന്നത്. അശ്രദ്ധ മൂലം പാർട്ടി സമർപ്പിച്ച പഴയ കത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകുകയാണ് ഉണ്ടായത്. എന്നാൽ ഈ നിർദ്ദേശത്തിന് 2019 ശേഷം മാറ്റങ്ങൾ വന്നിട്ടുള്ളതും അത് പാർട്ടികളെ അറിയിച്ചിട്ടുള്ളതുമാണ്. ഇത്തരത്തിൽ ഒരു ക്ലറിക്കൽ പിശക് സംഭവിച്ചിട്ടുള്ളത് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ ഓഫീസിന്റെ ശ്രദ്ധയിൽ വരികയും മാർച്ച് 21 തന്നെ ഡെപ്യൂട്ടി ചീഫ് ഇലക്ടറൽ ഓഫീസർ ഇത് സംബന്ധിച്ച പിശക് ചൂണ്ടിക്കാട്ടി നിർദ്ദേശം പിൻവലിച്ചുകൊണ്ട് അറിയിപ്പ് എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ജില്ലാ ഇലക്ഷൻ ഉദ്യോഗസ്ഥർക്കും റിട്ടേണിംഗ് ഓഫീസർമാർക്കും നൽകിയിട്ടുള്ളതുമാണ്. ക്ലറിക്കൽ പിഴവ് ഉയർത്തിക്കാട്ടിയുള്ള തെറ്റായ സന്ദേശം പ്രചരിപ്പിക്കുന്നത് ഒഴിവാക്കണമെന്നും തെരഞ്ഞെടുപ്പിന്റെ പ്രക്രിയകളിൽ മറ്റൊരു ശക്തിയും ഇടപെടാൻ സാധിക്കാതെ പഴുതടച്ചുള്ള പ്രവർത്തനങ്ങളാണ് കമ്മീഷൻ നടത്തിവരുന്നതെന്നും രത്തൻ യു കേൽക്കർ അറിയിച്ചു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലിലൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.